ഹായ് ഹലോ നമസ്കാരം. ഷാനുമാണ്. ഇവിടെ മരിച്ച് നമ്മുടെ മുകേഷ് പറഞ്ഞതുപോലെ ചത്ത് 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 വീണ്ടും വീണ്ടും ഇട്ട് കൊല്ലുന്നത് മോശമാണ്. ഈ മാധ്യമ സുഹൃത്തുക്കളോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ. നിങ്ങള് അദ്ദേഹത്തെ വെറുതെ വിടും പ്ലീസ്. നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ള ആകെപ്പെടെ ഒറ്റ സുരേന്ദ്രനാണ്. എല്ലാവരോടും ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എല്ലാവരും ട്രോളാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അയാള് കഷ്ടമാണ് കേട്ടോ. അയാളുടെ സത്യം പറയാൻ ഈ പാലക്കാട് ഇലക്ഷന് മുമ്പ് വി.ഡി. സതീശിനെ താഴെയിറക്കാൻ നടന്ന ഒരാളാ. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടോ? ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ ദാടികളിലല്ല പണ്ഡിതനാണെന്ന് തോന്നുന്നു. 23-ാം തീയതി 10 മണിക്ക് വോട്ടെണ്ണമെന്ന് പറയും. വി.ഡി. സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. എന്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ. നീ വേഗം വീട്ടിലേക്കല്ലേ. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ച കെ സുരേന്ദ്രൻ. പാലക്കാട്ടെ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. ഒന്നുകിൽ ഈ പറയുന്ന സുരേന്ദ്രൻജിക്ക് ഒരു നാണം വേണം, അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഈ മാധ്യമ സുഹൃത്തുക്കൾക്ക് കുറച്ച് ബോധം വേണം. നിങ്ങൾ ഇന്നും നില കണ്ടു നടക്കുന്ന സുരേന്ദ്രൻജി ആണോ ഇത്? സുരേന്ദ്രൻജി എവിടെ ഏത് ഇലക്ഷനിൽ നിന്നപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ തോൽക്കും, അടുത്ത തവണ ഞങ്ങൾ നേരിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അയാൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ തവണയും പറഞ്ഞിട്ടുള്ളത് ഈ തവണ സീറ്റ് നമുക്കാണെന്നാണ്. വെറുതെ ഇങ്ങനെ ആത്മവിശ്വാസം കൊടുക്കുക, വെറുതെ കൊടുത്ത് 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 എനിക്കിനി പറയും. സത്യം പറയപ്പോ ഇനി ഏതെങ്കിലും കാലത്ത് എങ്ങനെ ജയിക്കാൻ പോലും സന്തോഷിക്കാൻ ആ പാർട്ടി ആളുണ്ടാവത്തില്ല. ഈ മാതിരി ഇതല്ലേ കൊടുക്കുന്ന. നമ്മൾ ജയിച്ചിരിക്കുന്നു. പാലക്കാട് നിങ്ങൾ കണ്ടോ, ചെവിന്ന് ഉള്ളിക്കോ. ലാസ്റ്റ് മാറിയിരുന്ന് കരച്ചിലും പാർട്ടി ഒഴിയാൻ പോവാണ്, പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ ട്രോളുന്നതുകൊണ്ട് എനിക്കിത് വയ്യ, മടുത്ത്. ഷോ സുരേന്ദ്രൻജി, എനിക്ക് അങ്ങോട്ട് പറയാൻ രണ്ട് കാര്യമുള്ളൂ. ഒന്നുകിൽ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് അങ്ങ് ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് എവിടെങ്കിലും പോ, രക്ഷപ്പെടും. എവിടെങ്കിലും മാറിയിരുന്നു താങ്കൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഈ മയക്കോട്ട് വരുന്നവരുടെ മുമ്പിൽ കമാന്നൊരക്ഷരം അത്രയും മതി. നിങ്ങൾ പകുതി ഏറിൽ പോക്ക് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് മയക്ക് കാണുമ്പോഴത്തേക്ക് സ്ഥലകാല ബോധം ഉണ്ടാകത്തില്ല. നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല. അതിനെല്ലാം കൂടെ പറഞ്ഞ് ലാസ്റ്റ് ഈ പറഞ്ഞ ആൾക്കാരെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ട്രോളാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. സങ്കടമുണ്ട് കേട്ടോ നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോഴേ. പാലക്കാടൊക്കെ സത്യം പറഞ്ഞാല് ശ്രീധരൻജിയൊക്കെ ഉള്ളപ്പോ സമയത്ത് എങ്ങനെ വോട്ട് പിടിച്ചു വന്നൊരു സ്ഥലമാണ്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ല, പരിതാപകര അവസ്ഥയായിക്കൊണ്ടിരിക്കുക നമ്മുടെ ബി.ജെ.പിയുടെ കാര്യം. അപ്പോൾ സുരേന്ദ്രൻജി പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, പ്രസിഡന്റ് സ്ഥാനം ഒന്നും അങ്ങ് ഒഴിയരുത് ഒരിക്കലും. അതിനെയൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം നമുക്ക് ബി.ജെ.പി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു പേരാണ് സുരേന്ദ്രൻജി എന്നുള്ളത്. അങ്ങൊന്നും ഇല്ലാത്ത ബി.ജെ.പിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അങ്ങൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ബി.ജെ.പി നന്നായി പോലെ. ഒരിക്കലും അങ്ങത് ഒഴിയരുത്. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ആ കസേരയിൽ മുറുക്കെ പിടിക്കുക. അതുപോലെ തന്നെ തങ്ങൾക്കെതിരെ പറയുന്നവരെയൊക്കെ ആ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് വരുന്ന ആൾക്കാരാണെന്നുള്ള ആ ഒരു തന്ത്രം ഉണ്ടല്ലോ, അത് പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും നമുക്ക് ചവിട്ടി റെഡിയാക്കാം, ഒരു വിഷയമില്ല. കാര്യം പരാജയം എന്നുള്ളത് പരാജയത്തിന്റെ പേരിൽ ഒഴിയാനാണെന്നുണ്ടെങ്കിൽ അങ്ങ് എന്ന് ഒഴിയേണ്ട സാധനമാണ്. നമ്മൾ പണ്ട് 3 ഇടത്തൊക്കെ ഓടി പോയി മത്സരിച്ച് നമ്മൾ തോറ്റിട്ട് മാറിയിട്ടില്ല. പിന്നാണ് വെറുതെ ഒരിടത്ത് നമ്മൾ മുന്നിൽ നിന്ന് നയിച്ച് തോറ്റുപോയ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒഴിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ എന്തായാലും സുരേന്ദ്രൻജി തന്നെ തുടരട്ടെ. ബി.ജെ.പിയും കേരളത്തിൽ ഇങ്ങനെ മുരടിച്ചങ്ങ് നിൽക്കട്ടെ. ആശംസകൾ എല്ലാം അറിയിക്കാനും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും